ചില സമയനഷ്ടങ്ങളെ നമ്മൾ സ്നേഹബന്ധമെന്നോ റിലേഷൻഷിപ്പ് എന്നോ വിളിക്കാറുണ്ട്. സയൻസ് ഹി ഓർ ഷീ ഈസ് വേസ്റ്റിംഗ് യുവർ ടൈം. നമ്പർ 1 എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് കോൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ്. ചില ദിവസം അവർ ഒരുപാട് ഇൻട്രസ്റ്റോട് കൂടി നമ്മളോട് വന്ന് സംസാരിക്കും. അടുത്ത ദിവസം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ പോലും അവര് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു അവോയ്ഡ് ചെയ്ത് നിർത്തുന്ന രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സമയനഷ്ടത്തിന്റെ അടയാളമാണ്. നമ്പർ 2 എന്ന് പറയുന്നത് അവർ നമുക്ക് ഒരിക്കലും ഒരു പ്രയോറിറ്റി തരില്ല. നമ്മളൊരു കോൾ ചെയ്താൽ പോലും അവരൊന്നും എടുക്കാനും ആൻസർ ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്പർ 3 എന്ന് പറയുന്നത് അവര് എപ്പോഴും നമുക്ക് വാല്യൂ തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും അങ്ങോട്ട് ചേസ് ചെയ്ത് സമയം തേടി കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നുണ്ടായിരിക്കും. അപ്പൊ പ്രയോറിറ്റിയും തരുന്നില്ല, വാല്യൂവും തരുന്നില്ല. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്പർ 4 എന്ന് പറയുന്നത് അവരെ കുറിച്ച് പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നും നമുക്കില്ല. ഔട്ടർ ലെയറിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ. അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അന്നന്ന് നടക്കുന്ന വിശേഷങ്ങൾ, ഇതൊന്നും അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. കാരണം അവർ ബെറ്റർ ഓപ്ഷൻസ് ഇങ്ങനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി നിൽക്കുകയാണ്. നിങ്ങളെയും ഒരു ഓപ്ഷനായി അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ സമയനഷ്ടത്തിന്റെ അടയാളം തന്നെയാണ്. എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് പോയി ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു ചാറ്റ് ആയാലും അവർക്കൊപ്പമുള്ള സമയമായാലും ഒക്കെ നോക്കുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു പങ്ക് സമയം കളയാൻ വേണ്ടി വന്നവരാണ്. അവരുടെ ജീവിതത്തിലെ നല്ലൊരു പങ്ക് സമയം നിങ്ങളായിട്ട് അങ്ങോട്ട് ട്രിഗർ ചെയ്തൊക്കെ കളയുന്ന കൂട്ടരും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്, എങ്ങനെ അവരെ ഡീൽ ചെയ്യണം എന്നുള്ളത്.